അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക. ആന കയറി താന്തയിലാടിയെ കാണിക്കാൻ ഇറങ്ങിയേക്കുന്നു. പോലീസാണെന്ന് പറഞ്ഞ് കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും. മനസ്സിലായോ? കൈത കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വേലിയിൽ നിന്ന് ഷോക്കേറ്റ് ആന ചരിഞ്ഞതിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത JCB ഓപ്പറേറ്ററെ കോന്നി MLA ജനീഷ് കുമാർ ഓഫീസിലെത്തി മോചിപ്പിച്ചു കൊണ്ടുപോയി. അറസ്റ്റ് ചെയ്യപ്പെട്ട പേപ്പറാണിത്. അറസ്റ്റ് ചെയ്യപ്പെട്ട പേപ്പറാണില്ലേ? സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് കേൾക്കണ്ട. നിയമമാണെന്ന് ചോദിച്ചുള്ളൂ. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പേപ്പർ കാണിക്കുക. അറസ്റ്റ് ചെയ്ത പേപ്പർ കാണിക്കുക. രേഖപ്പെടുത്തിയില്ലേ? പിന്നെ സന്ദേശം കാണിക്കണം. പിന്നല്ല തനിക്ക് റോൾ മേടിച്ച് വെക്കാനോ? എടുക്കാൻ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. എടുക്കേ ഇതെന്താ തോന്നിയാ സാർ? മനുഷ്യനെ ക്ഷണിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട്. മനസ്സിലായല്ലോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക. ആന കയറി താന്തയിലാടിയെ കാണിക്കാൻ ഇറങ്ങിയേക്കുന്നു. പോലീസാണെന്ന് പറഞ്ഞ് കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും. മനസ്സിലായോ? നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? എടാ അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക. ആന വന്നിറങ്ങുന്നത്. എന്നിട്ട് പാവങ്ങളെല്ലാം പിടിച്ചോണ്ടെങ്കിൽ പോരുക. എന്നിട്ട് നിങ്ങൾക്ക് യഥാർത്ഥം പ്രതിയാക്കുക. എന്ത് ആനം ചെയ്യേ? നിങ്ങൾ കസ്റ്റഡി താഴെ ചെയ്യേ. നിനക്കെന്താ റോള്? നിനക്കെന്താ റോള്? എന്തിനാ നിന്നെ വിളിച്ചോണ്ട് വന്നേ? ആനക്ക് ആന ചത്തു. നീ എന്ത് ചെയ്തു? അല്ല, എനിക്ക് അങ്ങനെ തീർക്കൊന്നും വേണ്ട. എനിക്ക് ഒരുത്തന്റെ ഔദാര്യം വേണ്ട. ഇന്നലെ ഇവരെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ വ്യക്തത എടുത്തോളാം. തോന്നിയ ദിവസം നിന്നെ പണിയിപ്പിക്കുന്ന ആരെന്ന് എനിക്കറിയാം. മനസ്സിലായല്ലോ? അതിന് വ്യക്തത വരുത്താം. എടാ ഇവർക്ക് ആന ചത്തു. ആന ചത്തെങ്കിൽ അതിനെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവരുടെ ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് വാങ്ങണ്ടേ? ഇലക്ട്രിസിറ്റിക്കാർ പോയി പരിശോധിച്ചു. ഞാൻ അവരോട് സംസാരിച്ചു. ഒരു സാധ്യതയില്ല സാറേ എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് കൊടുക്കാൻ ഒരു സാധ്യതയില്ലെന്ന്. പിന്നെ എങ്ങാണെന്ന് ഈ പാവം പിടിച്ചോ? അവൻ ഈ നാട്ടുകാരനല്ലല്ലോ. അവൻ ഇവരെ ഓരോ അറിയിക്കണമെന്ന്. നിനക്കൊക്കെ എന്താ പണി? നിനക്കൊക്കെ എന്താ പണി? എന്താ പണി? പോണമെന്നേ. കഥ വച്ച് ഇവിടെ ഇരിക്കല്ലേ? ഫീൽഡിൽ പോണം. ഫീൽഡിൽ പോയി നോക്കണം. മനസ്സിലായോ? എന്നിട്ട് കള്ളക്കേസ് പാവത്തിനെ ജയിലടക്കാൻ. സാറേ ഇവന്നെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഞാൻ പോലീസിനെ വിളിച്ചത് നിയമപരമായി. എനിക്ക് വേറെ ഒന്നും വേണ്ട. നിയമപരമായി ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പോലീസിനെ വിളിച്ച് ആരെ വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്തു. എനിക്ക് വേറെ ഒന്നും വേണ്ട. നിയമപരമായി സഹായം വേണം. ഈയിടെ അനധികൃതമായിട്ടാണല്ലോ ബസ്സിൽ എടുത്തേക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? രേഖപ്പെടുത്തിയിട്ടില്ല. പേപ്പറുകളുണ്ടോ? നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവച്ചിട്ടല്ല പ്രൊസീജിയർ. ആദ്യം അയാളോട് ചോദിച്ചിട്ട് അയാൾ അതിന് വില്ലിംഗ് ആയി. അയാൾ പറഞ്ഞ കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ളതാണെന്ന് പറഞ്ഞു. നമ്മൾ അതിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നിലവിൽ അയാൾ അറസ്റ്റിലാണോ? നിലവിൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ അയാളുടെ നിലവിൽ അറസ്റ്റ് അല്ല. നിങ്ങൾ അയാളെ കസ്റ്റഡി എടുത്തപ്പോൾ നോട്ടീസ് കൊടുത്തു. അത് അയാളടുത്ത് ഒന്ന് ചോദിച്ച് അയാൾ അതിനകത്ത് ഉണ്ടെന്ന് ഇൻവോൾവ് ആണെന്ന് തോന്നിയതുകൊണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ ഇൻവോൾവ് ആണോ? എടാ അയാൾ എന്ത് ഇൻവോൾവ്? എടാ അയാൾ എന്താ കുറ്റം ചെയ്തത്? അയാളൊരു പാവം പിടിച്ചോനെ അവിടെ വന്ന് എന്റെ ക്വസ്റ്റ്യൻ നിയമപരമായിട്ടാണോ ഇതിനെ കസ്റ്റഡി എടുത്തേക്കുന്നത്? ഡിവൈസ് പറഞ്ഞു. റെക്കോർഡ് നോക്കിട്ട് ഞാൻ പറയാം. റെക്കോർഡ് ഇപ്പൊ നോക്കൂ. റെക്കോർഡ് നോക്കൂ. എന്തൊക്കെയാണെന്ന് എന്നെക്കാട്ട് കൂടുതൽ അറിയാമല്ലോ. നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇയാളുടെ മൊഴിയെടുത്ത് മൊഴിയെടുത്തിട്ട് നമ്മൾ ഫോട്ടോ നോട്ട്സ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതെല്ലാം മുമ്പ് ചെയ്യണം. പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തയാളെയാണ് MLA ഇടപെട്ട് മോചിപ്പിച്ചത്. കൈതകൃഷി പാട്ടത്തിനെടുത്തവർ സോളാർ വേലിയിൽ കൂടി വൈദ്യുതി കടത്തിവിട്ടതാണ് ആന ഷോക്കടിച്ച് ചരിയാൻ കാരണമെന്ന് വനംവകുപ്പ് സംശയിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നയാളുടെ സഹായിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി.
എന്നാൽ ആന ചരിഞ്ഞതിന്റെ പേരിൽ ജനങ്ങളുടെ സമാധാനം തകർത്ത് വനം വകുപ്പ് സാധാരണക്കാരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയാണെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളിലെ വൈകാരിക പ്രകടനമാണ് തന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും മോശം ഭാഷ ഉപയോഗിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ടെന്നും MLA പ്രതികരിച്ചു. മലയാളം ടെലിവിഷൻ, പത്തനംതിട്ട. എങ്ങനെയുണ്ട് സംഭവല്ലേ? പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടിൽ വേറെ എവിടെ ഉണ്ടാ ഇത്രയും ബ്രാൻഡഡ് കളക്ഷനുള്ള ഷോപ്പ്? ഈ കാര്യത്തിൽ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറാ. സിൽവൻ ടൈൽസ് ഗാലറി, വളാഞ്ചേരി, പുത്തനത്താണി, ആലുവ, പാലക്കാട്, എടവണ്ണ ആൻഡ് പട്ടാമ്പി.